ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. 14 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ആദ്യത്തെ ബാധ. അതിൻ്റെ അകത്ത് 14 മുതൽ 18 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ വലിയവനായ ദൈവം അവർക്ക് വാണിംഗ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വാണിംഗ് കൊടുത്തതായ ആ കാര്യം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഹാവ് ഫെയ്ത്ത് ദാറ്റ് ഗോഡ് വിൽ നോട്ട് അലൗ ഈവിൽ ടു ഗോ അൺപണിഷ്ഡ്. വിശ്വാസത്താൽ ഒരിക്കലും ഈ ദുഷ്ടതയെ അത് ശിക്ഷിക്കാതെ ദൈവം വിടുകയില്ല. ദുഷ്ടതയ്ക്ക് എപ്പോഴും ഒരു ശിക്ഷ ദൈവം നടത്തും. അത് മനുഷ്യർ എന്ത് ചെയ്താലും, വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോരോ ദുഷ്ടപ്രവർത്തനങ്ങൾക്കും പരിഹാരം, പണിഷ്മെൻറ്റ് ദൈവം നൽകും എന്നുള്ളതാണ് കാണുന്നത്. ആദ്യത്തെ ബാധ, പ്ലേഗ്, ടേണിങ് ദ നൈൽ ഇൻ ടു ബ്ലഡ്. നൈൽ നദി മാത്രമല്ല, അവിടെ നാം വായിക്കുമ്പോൾ ആ ഭൂമിയിലുള്ള എല്ലാ ജലാശയങ്ങളും എന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണാം. അപ്പോൾ നൈൽ നദി മാത്രമല്ല, അവിടെ എല്ലാ ജലാശയങ്ങളും, കിണറുകളായാലും പുഴകളായിരുന്നാലും തോടുകളായിരുന്നാലും എന്ന് വേണ്ട എല്ലാ ആശയങ്ങളും അവരെ രക്തമാക്കി തീർത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വലിയ ശക്തി. ദൈവം എപ്പോഴും വാണിംഗ് കൊടുക്കും മനുഷ്യർക്ക്. ആ വാണിംഗ് കൊടുത്തതിന് ശേഷം അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവം അവരോട് കരുണ കാണിക്കാതെ, ദയ കാണിക്കാതെ ദൈവത്തിൻ്റെ ആ പണിഷ്മെൻറ്റ്, ദൈവത്തിൻ്റെ ആ ശിക്ഷ അവരുടെ മേൽ വരും. പ്രിയ വിശ്വാസികളെ, നമുക്കും വലിയവനായ ദൈവം ആ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 7 സഭകൾക്കുള്ള ദൂതിലും ദൈവം അവരുടെ തെറ്റുകൾ പറഞ്ഞതിന് ശേഷം ഉടനെ അവരെ വാണിംഗ് ചെയ്യുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനായിട്ടുള്ളതായ പോംവഴികൾ പറഞ്ഞതിന് ശേഷം അത് കേട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വരും എന്ന് എല്ലായിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. നാം തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുമ്പോൾ ദൈവം നമ്മെ അത് കാണിക്കുമ്പോൾ നാം ഫറവോനെ പോലെ ഹൃദയം കഠിനപ്പെടുത്താതെ ഇരിക്കണം. അവിടെ നാം കാണുന്നത് ഫറവോൻ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി എന്നാണ് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ആ വെള്ളം നൈൽ നദിയുടെ മേൽ അടിച്ചപ്പോൾ അത് വെള്ളം നദിയായി, ചോരയായി തീർന്നു, രക്തമായി തീർന്നു. യഹോവ പിന്നെയും മോശയോട്, നീ അഹരോനോട് മിസ്രയീം വെള്ളത്തിന്മേൽ അവരുടെ നദി, പുഴ, കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈ നീട്ടുക, അവ രക്തമായി തീരും. മിസ്രയീം ദേശത്ത് എല്ലായിടവും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ രക്തവും, അല്ലാതെ നൈൽ നദി മാത്രമാണെന്ന് നാം വിചാരിക്കരുത്. അവിടെയുള്ള എല്ലാ നദികളും എല്ലാ പുഴകളും പാത്രത്തിലിരിക്കുന്ന വെള്ളവും എല്ലാം രക്തമായി തീർന്നു. അവർക്ക് കുടിക്കുവാൻ, താഴോട്ട് നാം വായിക്കും കാണുന്നത്, അവർക്കത് കുടിക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ വലിയൊരു ദാഹം ഉണ്ടായി. പൊരിഞ്ഞ ദാഹമാണ് ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായത്. നമുക്കറിയാം, നൈൽ നദി എന്ന് പറയുന്നത് അവർ പ്രത്യേകമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്. അത് നൈൽ നദിയുടെ എല്ലാ ദിവസങ്ങളും അവർ രാവിലെ പോയി അവരുടെ ബിംബങ്ങളെ കഴുകുന്നത് നൈൽ നദിയിലാണ്. അപ്പോൾ ആ നൈൽ നദിയിൽ അവർ കഴുകുവാനായിട്ട് വരുന്ന സമയത്ത് പോലും ആ രക്തമായി തീർന്ന അനുഭവം. ഇവിടെ നാം കാണുന്നത്
ഗോഡ്സ് പ്ലേഗ്സ് വെയർ സൂപ്പർ നാച്ചുറൽ ഇവൻറ്റ്. വലിയവനായ ദൈവം ചെയ്യുന്നതായ ബാധ എന്ന് പറയുന്നത് അത് സൂപ്പർ നാച്ചുറലാണ്, പ്രകൃതിക്ക് മുകളിലുള്ളതായ ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ദ ഫോർ ഷാഡോ ഓഫ് ദ റിവേഴ്സ് ഓഫ് ബ്ലഡ് ഇൻ ദ എൻഡ് ടൈം, ആ മഹോപദ്രവ കാലത്തും ഇതേ രീതിയിലുള്ളതായ ഒരു കാര്യം നടക്കും. ലോകത്തിലെ എല്ലാ വെള്ളവും രക്തമായി തീരും. അതിൻ്റെ ഒരു നിഴലായിട്ടും നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, നാം കാണുന്നത് ഗോഡ് വിൽ ഡിസ്ട്രോയ് മാൻകൈൻഡ്സ് ഫോൾസ് ഐഡൽസ്. വലിയവനായ ദൈവം, ജീവനുള്ള ദൈവം, മനുഷ്യരുടെ നിർമ്മിതമായിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ കൊണ്ടു നടക്കുന്നതായ കള്ള ദേവന്മാരുടെ നശിപ്പിച്ച് കളയും എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ എല്ലാറ്റിനെയും ദേവന്മാരെയൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരനുഭവം നാം എസെക്കിയേലിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നാം കാണുന്നത് അവിടെയുള്ളതായ ആ ഡ്രാഗൺ, ആ മഹാനഖരം, അത് പറയുകയാണ്, നൈൽ എൻ്റേതാണ്, ഞാൻ ഈ നൈലിനെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഈ ദൈവം ഉണ്ടാക്കിയ ആ പ്ലേഗ്, ആരംഭിച്ച പ്ലേഗ് എന്ന് പറയുന്നത് അവരുടെ നൈൽ നദിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഈ നൈൽ നദി എന്ന് പറയുന്നത് മിസ്രയീമ്യരുടെ മിത്തോളജിയുടെ സെൻട്രൽ പോർഷനാണ്. ഈജിപ്തുമാരുടെ ഒരു ദേവനുണ്ട്, കുനും എന്ന് പറയുന്നത്. അത് ഈ നൈൽ നദിയുടെ ഗാർഡിയനാണ്, അത് കാത്തു സൂക്ഷിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഈ ശിക്ഷയ്ക്ക് അത് സംരക്ഷിക്കുവാനായിട്ട് അതിന് സാധിച്ചില്ല. അതുപോലെ തന്നെ നൈൽ നദിയുടെ മറ്റൊരു ദേവനാണ് ഹാപ്പി എന്ന് പറയുന്നത്. അതിനെ സ്പിരിറ്റ് ഓഫ് ദ നൈൽ, നൈലിൻ്റെ ആത്മാവ് എന്ന് പറയുന്നു. എന്നാൽ അതും അവിടെ തോറ്റുപോവുകയാണ് ചെയ്തത്. അതിനെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. ഇനി വേറൊരു നൈലുമായിട്ടുള്ള ഒരു ദേവനുണ്ട്, ഒസിറീസ് എന്ന് പറയുന്നത്. അത് നൈലിൻ്റെ ബ്ലഡ് സ്ട്രീം അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഉറവിടം എന്ന് ആണ് പറയുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഇപ്പോൾ ആ ദേവൻ പോലും രക്തധാരയുമുള്ളതായി തീർന്നിരിക്കുകയാണ്. മാത്രമല്ല, നൈൽ നദിയെ അവരുടെ ദേവനായിട്ട് കാണുകയും അവരെ അത് ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ആ നൈൽ നദിയുടെ മേലാണ് ദൈവം എന്ത് ചെയ്തത്? ആദ്യമായിട്ടുള്ളതായ ശിക്ഷ നൽകിയത്. പ്രിയ വിശ്വാസികളെ, നാം കാണുന്ന ദൈവത്തിൻ്റെ ആ പ്രവർത്തനം എത്രയോ അത്ഭുതകരമാണ്. അവരുടെ ദേവന്മാരുടെ മേൽ വലിയൊരു ജയം അവൻ നടത്തിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് വിപരീതമായി നിൽക്കുന്ന ഒരു പൈശാചിക ശക്തിയെയും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. അതിൻ്റെയൊക്കെ എതിരായിട്ട് വലിയവനായ ദൈവം പ്രവർത്തിക്കും. അതിനെയൊക്കെ വലിയൊരു ശിക്ഷയിലേക്ക് കൊണ്ടുപോകും, ശരിയായ രീതിയിൽ ശിക്ഷിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വലിയവനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിപ്പാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആത്മീയരായി വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.